ഭീകരാക്രമണത്തിന് പിന്നിലുള്ള ഒരാളെയും വെറുതെ വിടില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട 26 പേരുടെ മൃതദേഹങ്ങളിൽ പുഷ്പചക്രം അർപ്പിച്ച് ആദരാഞ്ജലി നേർന്ന ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ആക്രമണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് രക്ഷപ്പെട്ടവരോട് സംസാരിക്കുന്നതിനിടെ അദ്ദേഹം ഉറപ്പു നൽകി. ശ്രീനഗറിലെ പോലീസ് കൺട്രോൾ റൂമിൽ വെച്ചാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹത്തിൽ ആഭ്യന്തരമന്ത്രി പുഷ്പചക്രം അർപ്പിച്ചത്. പിന്നീട് അദ്ദേഹം കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുമായും ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുമായും സംവദിച്ചു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സുരക്ഷാ സേന സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് അമിത് ഷാ അവർക്ക് ഉറപ്പു നൽകി. ആക്രമണം നടന്ന മണിക്കൂറുകൾക്ക് പിന്നാലെ അമിത് ഷാ കശ്മീരിൽ എത്തിയിരുന്നു. പിന്നാലെ സംഭവ സ്ഥലം അദ്ദേഹം സന്ദർശിച്ചു. പോലീസ് ഡയറക്ടർ ജനറൽ നളിൻ പ്രഭാത് സ്ഥിതിഗതികൾ വിശദീകരിച്ചു. കഴിഞ്ഞ ദിവസം തന്നെ സുരക്ഷാ അവലോകന യോഗവും അമിത് ഷാ ചേർന്നു. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും ഈ ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ബൈസറൻ മെഡോസിലായിരുന്നു ആക്രമണം നടന്നിരുന്നത്. ശ്രീനഗറിൽ നിന്ന് 110 കിലോമീറ്റർ അകലെയുള്ള ബൈസറൻ മെഡോസിലേക്ക് ഹെലികോപ്റ്ററിലാണ് അമിത് ഷാ എത്തിയത്. അതേസമയം ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ജമ്മു കശ്മീർ സർക്കാർ 10 ലക്ഷം രൂപ വീതം സഹായധനം പ്രഖ്യാപിച്ചു. ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും നൽകും. അതിനിടെ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തെന്ന് കരുതുന്ന 4 ഭീകരരുടെ ചിത്രങ്ങൾ സുരക്ഷാ സേന പുറത്തുവിട്ടു. ഭീകരർക്കായി ശക്തമായ തിരച്ചിലാണ് പഹൽഗാം മേഖലയിൽ നടക്കുന്നത്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ ത്വയ്ബയുടെ പ്രാദേശിക വിഭാഗമായ റെസിസ്റ്റന്റ് ഫ്രണ്ടാണ് പഹൽഗാമിലെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യയിലായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര റദ്ദാക്കി ബുധനാഴ്ച രാവിലെ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തി. ഡൽഹിയിൽ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതിയുടെ അടിയന്തര യോഗത്തിൽ നരേന്ദ്രമോദി പങ്കെടുത്തു. ഡൽഹിയിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ വിമാനത്താവളത്തിൽ വെച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി എന്നിവരുമായി മോദി കൂടിക്കാഴ്ച നടത്തിയതായും വിവരമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.